നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വല്ലാത്തൊരു വിഷയമാണ്. ഖുർആനിലെ തേനീച്ച ശാസ്ത്രം. ഒരു വാക്കുപോലും മാറ്റാതെ ഖുർആനിലെ വരികൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആ ശാസ്ത്രം യഥാർത്ഥത്തിൽ എന്താണെന്നും അത് ശാസ്ത്രമാണോ അതോ വെറും വ്യാകരണ കസർത്താണോ എന്നും നമുക്ക് ഇഴകീറി പരിശോധിക്കാം. വീഡിയോ മുഴുവനായി കാണുക, കാരണം വരികൾക്കിടയിലെ കൗതുകങ്ങൾ നമ്മളെ വിസ്മയിപ്പിക്കുകയല്ല, മറിച്ച് ചിന്തിപ്പിക്കുകയാണ് വേണ്ടത്. ഖുർആനിലെ 16-ാം അധ്യായമായ സൂറത്തുന്നഹ്ലിലെ 68-69 വചനങ്ങളാണ് ഈ വീഡിയോയുടെ കേന്ദ്രബിന്ദു. നിന്റെ റബ്ബ് തേനീച്ചയ്ക്ക് ബോധനം നൽകിയിരിക്കുന്നു. മലകളിലും മരങ്ങളിലും മനുഷ്യർ കെട്ടിപ്പൊക്കുന്നവയിലും നീ വീടുകളുണ്ടാക്കുക. പിന്നെ എല്ലാ ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിക്കുക. അതിന്റെ വയറുകളിൽ നിന്ന് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പാനീയം പുറത്തുവരുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്. ഈ വചനങ്ങളാണ് ഇസ്ലാമിക പ്രബോധകർ വലിയ ശാസ്ത്രമായി ഉയർത്തിക്കാട്ടുന്നത്. പ്രധാനമായും 2 കാര്യങ്ങളാണ് അവർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. 1. തേൻ ഒരു ഔഷധമാണ്. 2. ഈ ജോലികളെല്ലാം ചെയ്യുന്നത് തേനീച്ചകളാണ്. ആദ്യമേ തന്നെ നമുക്ക് ഈ തേൻ ഔഷധമാണ് എന്ന വാദത്തെ ഒന്ന് പരിശോധിക്കാം. ഇത് ഖുർആൻ ആദ്യമായി ലോകത്തിന് നൽകിയ വെളിപാടാണോ? ഒരിക്കലുമല്ല. ഖുർആൻ അവതരിക്കുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യൻ തേനിന്റെ ഔഷധഗുണങ്ങളെ തിരിച്ചറിഞ്ഞിരുന്നു. പുരാതന ഈജിപ്തിൽ, അതായത് BC 2600-ൽ തന്നെ മുറിവുകൾ ഉണക്കാനും കണ്ണിന്റെ അസുഖങ്ങൾക്കും തേൻ ഉപയോഗിച്ചിരുന്നതായി രേഖകളുണ്ട്. പ്രസിദ്ധമായ എബേഴ്സ് പാപ്പിറസ് എന്ന വൈദ്യശാസ്ത്ര രേഖയിൽ 500-ലധികം മരുന്നുകളിൽ തേൻ ഒരു പ്രധാന ചേരുവയായി പറയുന്നുണ്ട്. ഗ്രീക്ക് വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഹിപ്പോക്രാറ്റസ് പനിക്കും തൊണ്ടവേദനയ്ക്കും തേൻ നിർദ്ദേശിച്ചിരുന്നു. നമ്മുടെ ആയുർവേദത്തിലാകട്ടെ മധു അഥവാ തേൻ ചേർക്കാത്ത മരുന്നുകൾ ചുരുക്കമാണ്. ചൈനക്കാർ ഇതിനെ ഒരു എനർജി ടോണിക്കായിട്ടാണ് കണ്ടിരുന്നത്. അതായത് തേൻ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന അറിവ് ഒരു സാമാന്യബോധം മാത്രമായിരുന്നു. അത് ദൈവികമായ ഒരു പുതിയ വെളിപാടായി കാണാൻ കഴിയില്ല. ഇനി രണ്ടാമത്തെ വാദത്തിലേക്ക് വരാം. ഇത് വളരെ രസകരമാണ്. ഖുർആൻ തേനീച്ചയോട് സംസാരിക്കുമ്പോൾ ഉപയോഗിച്ച ക്രിയകൾ സ്ത്രീലിംഗമാണ് എന്നതാണ് ഇതിലെ മഹാശാസ്ത്രം. അറബിയിൽ കൂലി എന്നാൽ നീ തിന്നുക, ഇസ് ലുക്കി എന്നാൽ നീ പ്രവേശിക്കുക തുടങ്ങിയ പദങ്ങൾ പെണ്ണിനോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. ആധുനിക ശാസ്ത്രം പറയുന്നത് തേനീച്ചക്കൂട്ടിലെ ജോലിക്കാരെല്ലാം തേനീച്ചകളാണെന്നാണ്. 1400 വർഷം മുമ്പ് മുഹമ്മദ് നബി ഇത് എങ്ങനെ അറിഞ്ഞു? ഇതല്ലേ അത്ഭുതം? ഇതാണ് ചോദ്യം. ഇവിടെയാണ് നാം അറബി ഭാഷയുടെ വ്യാകരണം ശ്രദ്ധിക്കേണ്ടത്. അറബിയിൽ എല്ലാ വസ്തുക്കൾക്കും ലിംഗമുണ്ട്, അത് ജീവനുള്ളതായാലും ഇല്ലാത്തതായാലും. ഉദാഹരണത്തിന് നഹ്ല് തേനീച്ച എന്ന അർത്ഥം വരുന്ന പദം അറബിയിൽ ഒരു സ്ത്രീലിംഗ പദമാണ്. ഒരു പദം സ്ത്രീലിംഗമായാൽ അതിനോട് ചേർന്നു വരുന്ന ക്രിയകളും സർവനാമങ്ങളും സ്വാഭാവികമായും സ്ത്രീലിംഗമായിരിക്കണം. ഇതൊരു ഭാഷാപരമായ നിയമം മാത്രമാണ്, അല്ലാതെ തേനീച്ചയുടെ ജൈവിക ലിംഗം നോക്കിയിട്ടതല്ല. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഇതേ ഖുർആനിലെ മറ്റ് ചില വചനങ്ങൾ നോക്കാം. 16-ാം അധ്യായത്തിലെ തന്നെ 66-ാം വചനം നോക്കൂ. അവിടെ കന്നുകാലികളെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പാലിനെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ബുത്തൂനിഹി, അതിന്റെ വയറുകളിൽ നിന്ന് എന്നാണ്. ഇവിടെ ഹി എന്നത് പുല്ലിംഗമാണ്. അപ്പോൾ ഈ ലോജിക്ക് വെച്ച് നോക്കിയാൽ കന്നുകാലികളിൽ ആൺവർഗമാണ് പാൽ തരുന്നത് എന്ന് പറയേണ്ടിവരും. ആൺ ഒട്ടകവും കാളയും പോത്തുമൊക്കെ പാൽ തരുന്നു എന്ന് ഖുർആൻ പറഞ്ഞു എന്ന് നമ്മൾ പറയുമോ? ഇല്ല. കാരണം അൻആം എന്ന പദം പുല്ലിംഗമായതുകൊണ്ട് വ്യാകരണപരമായി ഹി എന്നുപയോഗിച്ചു എന്ന് മാത്രം. അതുപോലെ തന്നെയാണ് തേനീച്ചയുടെ കാര്യവും. ഇതുകൂടാതെ ആകാശം, ഭൂമി തുടങ്ങിയ പദങ്ങൾ ഖുർആനിൽ പലയിടത്തും സ്ത്രീലിംഗമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഖുർആൻ 41:11 ആകാശത്തോടും ഭൂമിയോടും സംസാരിക്കുമ്പോൾ ലഹ അവളോട് എന്ന സ്ത്രീലിംഗ പദമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആകാശവും ഭൂമിയും പെണ്ണാണെന്നാണോ ഖുർആൻ പറയുന്നത്? 21:30 ആകാശവും ഭൂമിയും ഒട്ടിച്ചേർന്നിരിക്കുകയായിരുന്നു എന്ന് പറയാൻ കാനത്ത എന്ന ഫെമിനിൻ ഡ്യുവലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വ്യാകരണ നിയമങ്ങൾ വെച്ച് ശാസ്ത്രം ചമയ്ക്കാൻ പോയാൽ ആകാശവും ഭൂമിയും പെണ്ണാണെന്നും ആൺമൃഗങ്ങളാണ് പാലു തരുന്നതെന്നുമൊക്കെ വിശ്വസിക്കേണ്ടിവരും. മറ്റൊരു പ്രധാന കാര്യം, ഈ പറയുന്ന ശാസ്ത്രം പഴയകാലത്തെ മുഫസ്സിറുകൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ? ഇബ്നു കസീറോ, ജലാലൈനിയോ, ഇബ്നു അബ്ബാസോ ആരെങ്കിലും ഇത് തേനീച്ചയെക്കുറിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവരെല്ലാവരും ഇതിനെ വെറും തേനീച്ച എന്ന് മാത്രമാണ് കണ്ടത്. 1950-കൾക്ക് ശേഷം ശാസ്ത്രം വളർന്നപ്പോൾ ഖുർആനിൽ ശാസ്ത്രം തിരഞ്ഞുപോയ ചില ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടാക്കിയെടുത്ത ഒരു വ്യാഖ്യാനം മാത്രമാണിത്. ഇതിനെ ചെറി പിക്കിംഗ് എന്ന് വിളിക്കാം. നമുക്ക് അനുകൂലമായത് മാത്രം എടുക്കുക, ബാക്കിയുള്ള വ്യാകരണ വൈരുദ്ധ്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുക. സത്യത്തിൽ തേനീച്ചകളെക്കുറിച്ച് ഖുർആനിനേക്കാൾ കൃത്യമായി BC 300-ൽ അരിസ്റ്റോട്ടിൽ പഠിച്ചിരുന്നു. അദ്ദേഹം തേനീച്ചകളുടെ ജീവിതരീതിയെക്കുറിച്ച് വിശദമായ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം പോലും തേനീച്ചക്കൂട്ടിലെ നേതാവിനെ രാജാവ് എന്നാണ് വിളിച്ചത്. പിന്നീട് 17-ാം നൂറ്റാണ്ടിൽ ജാൻ സോമർഡാം മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നടത്തിയ പഠനങ്ങളിലൂടെയാണ് ഇവ പെണ്ണാണെന്ന് ലോകം ഉറപ്പിച്ചത്. അല്ലാതെ ഒരു ഭാഷയിലെ സ്ത്രീലിംഗ പദം ഉപയോഗിച്ചതുകൊണ്ടല്ല അത് ശാസ്ത്രമായത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആരെങ്കിലും പറയുന്നത് കേട്ട് കണ്ണടച്ച് വിശ്വസിക്കരുത്. ഖുർആനിലായാലും മറ്റു മതഗ്രന്ഥങ്ങളിലായാലും ശാസ്ത്രമുണ്ടെന്ന് വാദിക്കുന്നത് പലപ്പോഴും ഇത്തരം വ്യാകരണ കസർത്തുകളിലൂടെയാണ്. തേനീച്ച ശാസ്ത്രമെന്നത് വെറും ഒരു ഭാഷാപരമായ യാദൃശ്ചികത മാത്രമാണ്. സ്വന്തമായി ചിന്തിക്കാനും വായിക്കാനും പഠിക്കാനും നമ്മൾ തയ്യാറാകണം.
അറിവിന്റെ ലോകത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ പേടിക്കരുത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. മറ്റൊരു പ്രധാന വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.